അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ദിവസം ധനികനായ ഒരു വ്യാപാരി എത്തി. ഒരു പ്രശ്നത്തിന് പരിഹാരം തേടിയാണ് അയാൾ ചക്രവർത്തിയെ കണ്ടത്. തിരുമേനി, എന്റെ വീട്ടിലെ അലമാരയ്ക്കുള്ളിൽ ഒരു സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചിരുന്നു. വേലക്കാരെ വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും കുടുംബവും അടുത്ത ദേശത്തുള്ള ബന്ധുവീട്ടിൽ പോയി. ഇന്നലെയാണ് മടങ്ങി വന്നത്. പൂട്ടി വെച്ചിരുന്ന അലമാര തുറന്നു കിടക്കുന്നതാണ് അപ്പോൾ കണ്ടത്. സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. വീട്ടിൽ 5 വേലക്കാരുണ്ട്. തീർച്ചയായും അവരിൽ ഒരുത്തനാണ് മോഷണം നടത്തിയത്. ഞാൻ ചോദ്യം ചെയ്തിട്ട് ആരും കുറ്റം സമ്മതിക്കുന്നില്ല. തിരുമേനി, കുറ്റവാളിയെ കണ്ടുപിടിച്ചു തരണം. ബീർബൽ, യഥാർത്ഥ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള മാർഗം എന്താണ്? ചക്രവർത്തി തന്റെ പ്രിയ മന്ത്രിയുടെ നേർക്ക് നോക്കി. നമുക്ക് നോക്കാം. നിങ്ങളുടെ 5 ഭൃത്യന്മാരെയും നാളെ ഈ നേരത്ത് ഇവിടെ ഹാജരാക്കുക. പിറ്റേ ദിവസം 5 ഭൃത്യന്മാരും കൊട്ടാരത്തിൽ ഹാജരായി. ഒരടി വീതം നീളം വരുന്ന ഓരോ വടി ബീർബൽ അവരുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം എന്തോ മന്ത്രം ജപിച്ചിട്ട് അദ്ദേഹം ഭൃത്യന്മാരുടെ കൈകളിലും ഏൽപ്പിച്ച വടികളിലും 3 പ്രാവശ്യം ഊതി. മാന്ത്രിക വടികളാണിവ. ഭദ്രമായി സൂക്ഷിക്കണം. നാളെ കൃത്യം ഈ സമയത്ത് ഇതെന്നെ തിരിച്ചേൽപ്പിക്കുകയും വേണം. സ്വർണം മോഷ്ടിച്ചവന്റെ കൈവശമുള്ള വടി മാത്രം അവന്റെ ചൂണ്ടുവിരൽ നീളത്തിൽ വളർന്നിട്ടുണ്ടാവും. അദ്ദേഹം അവരെ പറഞ്ഞുവിട്ടു. അടുത്ത ദിവസം ഭൃത്യന്മാർ കൊട്ടാരത്തിലെത്തി. അവരുടെ കൈകളിലുള്ള വടികൾ ബീർബൽ പരിശോധിച്ചു. ഒരു വടിക്ക് ചൂണ്ടുവിരൽ നീളം കുറവായിരുന്നു. ആ വടി കൊണ്ടുവന്നയാളോട് ബീർബൽ പറഞ്ഞു, നീയാണ് കുറ്റവാളി. ഈ വടികൾക്ക് യാതൊരു മാന്ത്രിക ശക്തിയുമില്ല. വെറും സാധാരണ വടികളാണിവ. കൈവശമുള്ള വടി വിരലിനോളം നീളം വരുമെന്ന് പേടിച്ച് കുറ്റം ചെയ്തവൻ അത്രയും നീളം മുൻകൂട്ടി മുറിച്ചു നീക്കുമെന്ന് ഞാൻ ഊഹിച്ചു. കൃത്യമായി അത് തന്നെയാണ് നീ ചെയ്തത്. അതുകൊണ്ടല്ലേ മറ്റുള്ളവരുടേതിനേക്കാൾ നിന്റെ വടിക്ക് നീളം കുറഞ്ഞത്. കുറ്റം സമ്മതിച്ചുകൊണ്ട് ആ ഭൃത്യൻ ബീർബലിന്റെ പാദങ്ങളിൽ വീണും മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു. നിന്റെ യജമാനന്റെ സ്വർണം മടക്കി കൊടുക്കുക. ബീർബലിന്റെ നിർദ്ദേശപ്രകാരം അവൻ ഓടിപ്പോയി സ്വർണം നിറച്ച് സഞ്ചി കൊണ്ടുവന്ന് വ്യാപാരിയെ ഏൽപ്പിച്ചു. അതീവ സന്തുഷ്ടനായ വ്യാപാരി ബീർബലിന് പാരിതോഷികങ്ങൾ നൽകി നന്ദി പറഞ്ഞു. ഈ കള്ളനും എന്തെങ്കിലും സമ്മാനം നൽകണ്ടേ? അക്ബർ ഭടനെ വിളിച്ച് കൽപ്പന കൊടുത്തു. സ്വന്തം യജമാനെ വഞ്ചിച്ച ഈ വേലക്കാരന് മുക്കാലിൽ കെട്ടി 12 അടി കൊടുക്കുക. അടുത്ത ബീർബൽ കഥയുമായി ഉടനെ വരാം.